നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് നടന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ മാർക്കറ്റിൽ സംഭവിച്ചാൽ നമ്മളെന്നോ വലിയ രക്ഷപ്പെടലുകൾ നടന്നിട്ടുണ്ടാവും. സത്യത്തിൽ വലിയൊരു ഡൗൺ തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. 250 പോയിൻറ്റോളം നിഫ്റ്റി താഴേക്ക് വന്നു എന്നുള്ളതാണ്. അതേസമയം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 1000 പോയിൻറ്റുകൾക്ക് താഴെ. നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മുകളിലേക്ക് പോകുമെന്നാണ്. എന്നാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എല്ലാം തന്നെ നേരെ മുകളിലേക്ക് പോയി പിന്നീട് നേരെ താഴെ വരികയാണ് ചെയ്തത്. 1 ഡേ ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് കരുതിയത്. നോക്കൂ, എന്തായിരുന്നാലും ഇതിനെ ഒരു റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും താഴത്തേക്ക് വരിക എന്നാണ് വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് ചെറുതായി ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ താഴെ വരികയാണ് ചെയ്തത്. 2 ലെവലുകളാണ് ഇന്നലെ കൊടുത്തത്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 24,980 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് എടുത്തു പോകുക എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിലാണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നേരെ മുകളിലേക്കാണ് പോയത്. മുകളിലേക്ക് പോയതിന് ശേഷം തിരിച്ച് അതേ 1 അവർ ക്യാൻഡിൽ തന്നെ താഴെ വന്നു. താഴെ വന്നതിന് ശേഷം സ്ലൈറ്റ്ലി ഒരു ഡൗൺ തന്നെയായിരുന്നു. എന്നാൽ നമ്മൾ കൊടുത്ത ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി അത് നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ 24,880 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് എടുത്തു വരാമെന്നാണ് പറഞ്ഞത്. 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നോക്കൂ, നമുക്ക് ഇതിന് മുകളിൽ 24,980 മുകളിൽ നമുക്ക് എൻട്രി ലഭിച്ചില്ല. കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ താഴെ വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എടുത്താൽ തന്നെ മാർക്കറ്റ് 180ഓളം പോയിൻറ്റിൻ്റെ ഒരു റാലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക്. നമുക്ക് മുഖ്യമായ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, 24,700. അതിനുശേഷം ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് 24,920. ഓക്കെ, നാളെ മാർക്കറ്റ് ഇതിനിടയിൽ ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴെ വന്ന് ഇതൊരു സപ്പോർട്ട് എടുത്ത് പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായും നാളെ മുകളിലേക്ക്, ഇന്ന് തന്നെ മുകളിലേക്ക് പോകും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കില്ല. നാളെയും ഇതുപോലെ തന്നെ ഇവിടെ 24,700 എന്നുള്ള സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ 24,920 മുകളിലേക്ക് നമുക്ക് എൻട്രി എടുത്ത് പോകാം. അല്ല, ഇനി കണ്ടിന്യൂ ആയിട്ട് താഴേക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിന് താഴെ എൻട്രി എടുത്ത് വരാം. 24,700 താഴെ നമുക്ക് എൻട്രി എടുത്ത് വരാൻ പറ്റും. അങ്ങനെ നമുക്ക് എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്, 24,530. ഓക്കെ, അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇല്ല തിരിച്ച് മുകളിലേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ ഏരിയ 24,920 മുകളിൽ നമുക്ക് എടുത്തു പോകാം. 25,150 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ നിഫ്റ്റിയിൽ നാളെ പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ നമ്മൾ 2 എൻട്രിയാണ് പറഞ്ഞിരുന്നത്, അതായത് 51,650 മുകളിൽ. പക്ഷേ മാർക്കറ്റ് നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ച പോലെ തന്നെയാണ് ഇതിലും
നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവസാനത്തെ 1 അവർ ഒരു റിക്കവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എന്തായിരുന്നാലും ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 50,400 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് റിവേഴ്സൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞത് 50,960 താഴെ ഒരു എൻട്രി എടുത്ത് വരാമെന്നാണ്. 50,420 വരെ നമുക്ക് വാച്ച് ചെയ്യാം. വളരെ കറക്റ്റായിരുന്നു അത്. നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ തന്നെ ഏകദേശം 500 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റായി ലഭിച്ചിട്ടുണ്ട്. അതേസമയം മുകളിലേക്കാണെങ്കിൽ 51,650 മുകളിലാണ്. അതേതായാലും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല, മുകളിലേക്ക് പോയിട്ടില്ല. നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗ്യാപ്പ് അപ്പ്, ചെറുതായിട്ടൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം സ്ലൈറ്റ്ലി താഴെ വന്ന് ഈ സപ്പോർട്ടിനെ ഒന്നുകൂടെ റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് വരാമെന്നാണ്. അങ്ങനെ തിരിച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 50,670 നിന്നും എൻട്രി എടുക്കാം. 50,670 നിന്നും എൻട്രി എടുത്ത് പോകാം. നമുക്ക് നെക്സ്റ്റ് സ്വിങ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് ആക്ട് ചെയ്യുക. 50,950 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. അതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെയാണ് ആക്ട് ചെയ്യുക, 51,120. ഓക്കെ, അപ്പോൾ നാളെ അപ്പ് സൈഡിലേക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ചെയ്യാം. 15 മിനിറ്റ് ക്യാൻഡിലും അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊരു സ്വിങ് തന്നെയാണ്. ഈ സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. ഇനി താഴേക്ക് നാളേക്ക് പറയാൻ പറ്റില്ല. ഡൗൺ സൈഡ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുത്തു വരാം. 50,340 താഴെ, 50,340 താഴെ എടുക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഫസ്റ്റ് സപ്പോർട്ട് 50,150 ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. അതിനും താഴെ ബ്രേക്കൗട്ട് നടത്തിയിട്ട് വരികയാണെങ്കിൽ 49,820 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലെ വാച്ച് ചെയ്യാം. 50,340 താഴെ വരികയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 50,150, സെക്കൻഡ് സപ്പോർട്ട് 49,820. മുകളിലേക്കാണെങ്കിൽ 50,670 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. 50,950 ഫസ്റ്റ് റെസിസ്റ്റൻസും 51,120 സെക്കൻഡ് റെസിസ്റ്റൻസും. നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ഒരു 30 ദിവസം നമ്മൾ പറയുകയാണെങ്കിൽ അതിലൊരു 20 ദിവസം നമുക്ക് ശരിയാവാം. ഒരു 10 ദിവസം നമുക്ക് അത് തെറ്റായി മാറാം. ചിലപ്പോൾ ഒരു ദിവസം പോലും സംഭവിക്കാതിരിക്കാം. ഇങ്ങനെയല്ല നമുക്ക് മാർക്കറ്റിൽ സംഭവിക്കാം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോമായി എന്ന് വിചാരിച്ചോളൂ. ഈ ട്രയാങ്കിൾ പാറ്റേൺ ഒരു സൈഡിലേക്ക് മാത്രം ബ്രേക്കൗട്ട് നടത്തിയിട്ട് വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 2 സൈഡിലേക്കും പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷേ ടെക്നിക്കൽ അനാലിസിൻ്റെ പിൻബലത്തോടു കൂടി നമ്മൾ പറയുന്നു അത് ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് പകുതിയിൽ കൂടുതൽ ചിലപ്പോൾ ശരിയാവാം, പകുതിയിൽ കൂടുതൽ ചിലപ്പോൾ തെറ്റാവാം. ഏതായിരുന്നാലും ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് വ്യക്തമായി നിങ്ങളും ഇതുപോലെ ചാർട്ടൊക്കെ വരച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് കറക്റ്റായ സമയത്ത് എൻട്രി എടുത്ത് പോകാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എന്ത് തന്നെ ആയാലും സ്റ്റോപ്പ് ലോസ് ഒരിക്കലും മറന്നു പോകരുത്, വിട്ടുപോകരുത്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്യാപിറ്റലിനെ സംരക്ഷിക്കാൻ സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഒരു സംഗതി നിർബന്ധമായിട്ടും നിങ്ങൾ പാലിക്കണം. ഏതായിരുന്നാലും ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളും ശ്രമിക്കുക. എത്ര പഠിച്ചാലും തീരാത്ത ഒരു സംഗതി തന്നെയാണ് മാർക്കറ്റ്. പഠിക്കുന്തോറും വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരും എന്ന് തോന്നുന്ന ഒരു മേഖലയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.